നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പോ നോക്കിയാലും ആളും പേരും. നടന്മാരും കുരുക്കിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒടുവിൽ നിവിൻ പോളിക്കെതിരെയും പീഡന പരാതിയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. കയ്യിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതിക്കാരുടെ മൊഴിയിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത്. സുഖം തന്നെയല്ലേ താക്കോൽക്കാരാ? വലിയ കഷ്ടത്തിലാണ് യുവറോണർ. അങ്ങനെ സിനിമാ മേഖലയിലുള്ള യുവനടന്മാർക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ വെട്ടിലാകുന്ന ഒരു സാഹചര്യമാണ്. പുതിയ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നീ കുറച്ചു ദിവസത്തേക്ക് ഫോണൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അർജുൻ, എന്തായാലും കൃത്യമായ തെളിവ് ഉൾപ്പെടെ പരാതിക്കാരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. തീർച്ചയായും അതെ. ഇതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷേ ഫോൺ രേഖകളടക്കം കൈമാറിയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ നേരിട്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കാണ് ആദ്യഘട്ടത്തിൽ ഈ യുവതി പരാതി നൽകിയത്. ഇത് മറ്റൊരു പാരയായത് തന്നെ. പരാതിന്മേൽ ഒരു പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇതിൽ നടപടി എടുക്കേണ്ടതാണ്, എഫ്ഐആർ ഇടേണ്ടതാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറ. എന്തായാലും ഒരു വിശദമായ അന്വേഷണം ഇനി നടത്തേണ്ടതുണ്ട്. ഇത്തരം പരാതികളിൽ കേസെടുക്കുകയും അതിനുശേഷം വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. എന്നാലേ അവന്റെ കളി മുഴുവൻ നാട്ടിന് പുറത്താ. അത് നല്ല അടികൊള്ളാത്ത ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും.